എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്രിയ ബേസിലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ 24-നാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. എന്നാൽ കഴിഞ്ഞ ദിവസം സിനിമ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിനിമയുടെ HD പ്രിന്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പലരും സിനിമ വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. HD പ്രിന്റ് ഇതിനോടകം തന്നെ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു. അടുത്തൊരു അപ്ഡേറ്റ് മദനോത്സവം എന്ന സിനിമയെക്കുറിച്ചാണ്. സുരാജ് വെഞ്ഞാറമൂട് നായകനായ സിനിമയായിരുന്നു മദനോത്സവം. ബാബു ആന്റണി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് താരനിര സിനിമയിലുണ്ട്. സിനിമ ഉടനീളം കോമഡിയാണ്. നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഈ സിനിമയുടെ OTT ആരും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. മദനോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അവർക്ക് സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം മദനോത്സവം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന ക്രിസ്മസിനാണ് സിനിമയുടെ റിലീസ്. ഡിസംബർ 20-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും ആമസോൺ പ്രൈമിൽ മദനോത്സവം എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപാണ് സിനിമയിൽ നായകൻ. വലിയ ഹൈപ്പോട് കൂടിയാണ് തങ്കമണി എന്ന സിനിമ തിയേറ്ററിൽ എത്തിയത്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയായിരുന്നു തങ്കമണി. പക്ഷേ സിനിമ വിജയിച്ചില്ല. നീതാ പിള്ളയാണ് സിനിമയിൽ നായിക. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തങ്കമണി എന്ന സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം തങ്കമണി എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്മസിന് റിലീസ് ചെയ്യാനാണ് അവരുടെ പദ്ധതി. ഡിസംബർ 24-ന് ആമസോൺ പ്രൈമിൽ തങ്കമണി എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ജോർജ് ജോർജ് നായകനായ സിനിമയായിരുന്നു പണി. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചു. ആരാധകർ ഇരുകൈ നീട്ടിയാണ് സിനിമയെ സ്വീകരിച്ചത്. ജോർജ് ജോർജ്, സാഗർ സൂര്യ തുടങ്ങി ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഈ സിനിമ ക്രിസ്മസിന് പ്രീമിയർ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഏഷ്യാനെറ്റിലായിരിക്കും സിനിമയുടെ റിലീസ്. ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഡിസംബർ മാസത്തിൽ സിനിമയുടെ OTT ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഡിസംബർ 20-ന് സിനിമ വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സോണി ലീവ് ഒരു മാസത്തിൽ 2 വട്ടം സിനിമ റിലീസ് ചെയ്യില്ല. അതുകൊണ്ട് ജനുവരി 1-ാം തീയതി ആയിരിക്കും പണി എന്ന സിനിമ OTTയിൽ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.